ഈ കൈ കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു ഇത് പറ്റിയും ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ല എന്നെ ഇന്ന് ഈ നിലക്ക് ഇങ്ങനെ നിർത്തിയും ചെയ്യൂല. ഞാൻ ഇത്രയും ധൈര്യത്തോടെ പറയുന്നു, എനിക്ക് എൻ്റെ റിഫാൻ അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഒന്ന് അത് പറഞ്ഞ നാക്ക് പോയി എല്ലാരും, അത് വേറെ കഥ. റിഫയുടെ മരണത്തിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാൻ ഭർത്താവ് മെഹനാസ് ഒന്നും ചെയ്തില്ലെന്ന വാദം പൊളിയുന്നു. തന്റെ ഭാര്യയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന്റെ പിറകിലുള്ള കാരണങ്ങൾ കണ്ടെത്തണമെന്നും ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാൻ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് മെഹനാസ് നൽകിയ പരാതികളുടെ വിശദ വിവരങ്ങൾ പുറത്തുവിട്ട് റിഫയുടെ ഭർത്താവ്. റിഫയുടെയും തന്റെയും എല്ലാ വിവരങ്ങളും തന്റെ സംശയങ്ങളും അടക്കം വിശദമായ പരാതികൾ നൽകിയ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർക്ക്. എന്റെ ഉമ്മ പറയുന്നത്, മേനു മോനെ നീ സത്യം എന്താ പറയാ, നിന്റെ ഭാഗത്ത് തെറ്റില്ല, നീ അത് ചെയ്യൂല എന്നുള്ളത് ഞങ്ങൾക്കും പടച്ച തമ്പുരാൻ അറിയാം. റമദാൻ മാസം അല്ല അതിനുള്ളൊരു ഇത് കാണിച്ചു തരുന്ന എനിക്ക് വഴി. എല്ലാ കഥകൾ പ്രചരിപ്പിച്ച് തന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന് കാസർഗോഡ് കേന്ദ്രമായ യൂട്യൂബ് ന്യൂസ് ചാനലിനെതിരെ ജില്ലാ കളക്ടർക്കും മെഹനാസിന്റെ പരാതി. നമ്മളെ കുടുംബം കലക്കാൻ ഈ പബ്ലിക് കേരള ചെയ്തിട്ടാണ് നമ്മളെ കുടുംബം, എനിക്ക് എന്റെ മോൻ ഇന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥയും സിറ്റുവേഷനും ആയത് തീർച്ചയായിട്ടും പബ്ലിക് കേരള കാരണമാണ്. റിഫ മരണപ്പെട്ട രാത്രിയിൽ റൂമിന് താഴെയുണ്ടായിരുന്ന ആംബുലൻസിന്റെ കാര്യത്തിലും വ്യക്തത വരുത്തി മെഹനാസ്. ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ആംബുലൻസ് എങ്ങനെ എത്ര പെട്ടെന്ന് അവിടെ എത്തിയെന്നുള്ളതാണ്. അതെന്തായിരുന്നത് സംഭവം? ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് നടന്നു പോകുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഒരു ആംബുലൻസ് ചായ കുടിക്കാനോ എന്താണെന്ന് അറിയില്ല അവിടെ നിർത്തി കിടക്കുകയാണ്. അത് ഞങ്ങള് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ, കാരണം ആരാണ് മലയാളിയാണോ ബംഗാളിയാണോ ഞാൻ അന്നേരം ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ റൂമിൽ പോയി. പിന്നെ റിഫാന്റെ ബ്രദർ പ്രത്യേകം പറയുന്ന ഒരു ആരോപണമുണ്ട്. എന്താ പറയുക, ഞാൻ റൂമിലെത്തി, ഡോറ് തുറന്നു, ഞാൻ അലറി വിളിച്ചു, അതൊക്കെ ഓക്കെയാണ്. അലറി വിളിച്ചു, ഞാൻ ഇവളെ പൊക്കിയെടുത്ത്, അത് കറക്റ്റാണ്. അതുവരെ ഞാൻ പൊക്കിയെടുത്തിട്ട് ജംഷാദ് റൂമിൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ എന്തോ പ്രാങ്ക് ആണ് അതാണ് എന്നിട്ടോ ബാത്റൂമിൽ പോയി എന്നിട്ട് കാല് കൈ വന്നതാണ് എന്ന് പറയുന്നത്. എന്താണിത്? റിഫയുടെ മരണം നടന്ന ഉടൻ തന്നെ റിഫയുടെ സഹോദരനെ അറിയിച്ചെന്നും എന്നാൽ നാട്ടിലെത്തിയപ്പോൾ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചെന്നും മെഹനാസ്. അപ്പൊ ഞാൻ വോയിസ് അയച്ചു. ഞാൻ അന്ന് ആംബുലൻസ് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ മുൻകൂട്ടി ഒന്ന് അവൻ അറിഞ്ഞോട്ടെ, അവനൊരു സീരിയസ് കഥ ഉണ്ടായിക്കോട്ടെ എന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അയച്ച മെസ്സേജ്, കാരണം നമ്മൾ ആംബുലൻസിന്റെ അടുത്താണ് ഉള്ളത്. ആ സമയത്ത് ഞാൻ അയച്ച മെസ്സേജ് ആണ്, ഹേയ് അർജന്റ് കോൾ മീ നോർമൽ കോൾ, പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലാണെന്ന്. കാരണം അന്ന് എന്താ പറയാ, പെട്ടെന്ന് അവൻ അറിഞ്ഞു പോട്ടെ, ഒരു എന്താ പറയാ, ഇത് ഇന്ത്യൻ സമയമാണ് കേട്ടോ. ഇതിൽ 1.5 മണിക്കൂർ നിങ്ങൾ മൈനസ് ചെയ്തോ, 1.5 മണിക്കൂർ നിങ്ങൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് UAE സമയമായിട്ട് കിട്ടും. അന്നു രാത്രി റൂമിലെത്തി ഡോർ തുറന്നപ്പോൾ കണ്ട കാഴ്ചയിൽ വ്യക്തത വരുത്തി വീണ്ടും മെഹനാസ്. സത്യത്തിൽ നടന്നിട്ടുള്ള കാര്യം, റിഫാനെ ഞാൻ പൊക്കി സ്പോട്ടിൽ, എൻ്റെ സൗണ്ട് കേട്ടപാട് ജംഷാ സ്പോട്ടിൽ ഓടി വന്ന് എന്താ പറയാ ഓൻ അയച്ച് നമ്മൾ ബെഡിൽ കിടത്തിയിട്ട് എന്താ പറയാ ശ്വാസം കൊടുക്കാൻ നോക്കി, നെഞ്ഞിന് ഞാൻ ജസ്റ്റ് ഇതാക്കി നോക്കി. അപ്പൊ ജംഷാദ് എന്താക്കി, എന്താ പറയാ കൈ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് പൾസ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ വേഗം ആഷിഖിനെ വിളിച്ചു വരട്ടെ. ആഷിഖ് എന്റെ റൂമിലോ ഇല്ല, ആഷിഖ് ഇതുവരെ റൂമിൽ വന്നിട്ടുമില്ല. റിഫയുടെ ജീവനെടുത്തത് താനല്ലെന്നും അതിന് തനിക്ക് കഴിയില്ലെന്നും തെളിയിക്കാൻ നുണ പരിശോധനയ്ക്ക് തയ്യാറാണെന്നും മെഹനാസ് ഇമ്മീഡിയറ്റ് ന്യൂസ് കേരളയോട്. എന്നെ കൊണ്ട് ഇത് ഉപ്പ പറയിപ്പിച്ച, റിഫാന്റെ ഫാമിലി പറയിപ്പിച്ച എന്റെ മുത്തിനെ ഒരിക്കലും കുറ്റം പറയില്ല. ഒന്ന്, ഇത് നിങ്ങളായിട്ട് എൻ്റെ മോന്റെ ജീവിതമാണ് നിങ്ങൾ കളയുന്നുള്ളത്. നിങ്ങൾക്ക് അറിയുന്നില്ല എൻ്റെ മോന്റെ ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നുള്ളത്. ഇത് എനിക്ക് ഇവിടെ യേശൂല. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും അത് എൻ്റെ മോനിക്കാണ് അത് വരുന്നതിന് നാളെ അത് എന്തെങ്കിലും അങ്ങനെ വന്ന് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ഇന്നവരെ എൻ്റെ റിഫാനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. ഈ കൈ കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു ഇത് പറ്റിയും ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ല എന്നെ ഇന്ന് ഈ നിലക്ക് ഇങ്ങനെ നിർത്തിയും ചെയ്യൂല. ഞാൻ ഇത്രയും ധൈര്യത്തോടെ പറയുന്നു, എനിക്ക് എൻ്റെ റിഫാൻ അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഒന്ന് അത് പറഞ്ഞ നാക്ക് പോയി എല്ലാരും, അത് വേറെ കഥ. കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് ഇമ്മീഡിയറ്റ് ന്യൂസ് കേരളത്തിൽ തന്നെ മെഹനാസിനെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അതിന് താഴെ കമന്റായിട്ട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പബ്ലിക്കലി ഒരുപാട് ആളുകൾക്ക് ഒരു ചർച്ചയുണ്ടായിരുന്നു. മെഹനാസ് തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെഹനാസ് എന്തുകൊണ്ട് തെളിവുകൾ പുറത്തു വിടുന്നില്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, ഈ റിഫയുടെ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് മെഹനാസ് ഒരു കേസും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പബ്ലിക്കലി പല ആളുകളും പറഞ്ഞത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ന്യൂസ് ചാനലിലൊക്കെ ആരൊക്കെ വന്ന് പറഞ്ഞത്. പക്ഷെ മെഹനാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെളിവ് ഞാൻ എല്ലാ കേസും അല്ലെങ്കിൽ പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ പറയുന്ന എല്ലാ വിധത്തിലുള്ള പരാതിയും ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. എന്താണ് അതിന്റെ ഒരു വാസ്തവം? ഞാൻ
സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ റിഫാൻ്റെ മയ്യത്ത് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അടക്കി കഴിഞ്ഞതിന് ശേഷം അതേപോലെ തന്നെ അവിടുന്ന് അന്ന് തന്നെ ഒരു ചെറിയ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും കുടുംബമായിട്ട്. അതേപോലെ തന്നെ എന്താ പറയുക, കുറച്ച് മുന്നേ ഉണ്ടായ മുൻവൈരാഗ്യമുള്ളവരൊക്കെ വന്നിട്ട് മുൻവൈരാഗ്യമൊക്കെ ഉള്ളവർ എന്താ പറയുക എൻ്റെ അടുത്ത് വന്ന് എന്താ പറയുക ഒറ്റടിക്ക് നീ തൂക്കിക്കൊന്നതല്ലേ, നീ എന്തിനാ നമ്മളെ മോളെ തൂക്കിക്കൊന്ന് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരണം പള്ളിയിൽ പോയി അടക്കിയതിന് ശേഷം വീട്ടിലെത്തിയതിന് ശേഷമാണ് എന്നോട് ഈ സംസാരം ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് വാക്ക് തർക്കങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ എന്താക്കി, എന്തായാലും പോലീസിനെ വിളിച്ച്, ഞങ്ങൾ ഫാമിലി തന്നെയാണ്, പോലീസിനെ വിളിച്ച് എൻ്റെ കൂടെ വന്ന ആൾക്കാർ പോലീസിനെ വിളിച്ച് വരുത്തിച്ച് ഞാൻ പോലീസിന് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കാനുള്ളതൊക്കെ സാറിനോട് സംസാരിച്ചു. ഞാൻ എന്താ പറയുക എൻ്റെ രീതിയിൽ പരാതി എടുക്കണം സാറേ എന്നുള്ള രീതിയിൽ ഞാൻ സാറിനോട് പറയുകയും ചെയ്ത്. അപ്പം സാറ് എനിക്ക് തന്ന റിപ്ലൈ അന്നേരം എന്താ പറയുക, ഇത് അവിടെ നടന്ന ഒരു മർഡർ ആയതുകൊണ്ട് തന്നെ, അതായത് അവിടെ നടന്നൊരു സംഭവം ആയതുകൊണ്ട് ഞങ്ങൾക്കിവിടെ എന്താ പറയുക അന്വേഷിക്കാനുള്ളൊരു സംഭവം ഇതില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സാർ എല്ലാവരും വാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഫാൻ്റെ ബ്രദറിൻ്റെ വാക്കും അവിടുന്ന് കേട്ട്, അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക ഉമ്മാൻ്റെ ഉപ്പാൻ്റെ എല്ലാവരും സംസാരം കേട്ട് എന്നിട്ട് ലാസ്റ്റ് സാറ് പറഞ്ഞ ഞങ്ങൾ ഒന്നിച്ച് നല്ല രീതിയിൽ തന്നെ പോകണം. കാരണം അന്ന് ഉപ്പാവും ഉമ്മാവും തമ്മിൽ നമ്മളായിട്ടൊരു സംഭവം ഇല്ല, കാരണം ഉപ്പ ഒന്നും പറയുന്നില്ല, ഏകദേശം നല്ല രീതിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പം അന്നൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ സത്യത്തിൽ ഈ എന്താ പറയുക മാമെന്ന് പറയുന്ന വ്യക്തി സംഭവം മുൻവൈരാഗ്യമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ലവ് സ്റ്റോറിയിൽ പ്രത്യേകം പറയുന്നുണ്ട് കുടുംബത്തിന് പ്രശ്നം. പിന്നെ അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ആർക്കും കല്യാണത്തിന് എതിർപ്പായിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ റിഫാൻ്റെ വായിന്ന് ഒരുപാട് എനിക്ക് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്ന പോലെ എന്താ പറയുക, ഈ മാമെന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് എന്നും ഒരു ശത്രുതയായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ആ മാമനാണ് ഇന്ന് നമ്മളെ മോള് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് മുതൽ എന്നെ എങ്ങനെയൊക്കെ ലോക്ക് ചെയ്യാം എന്ന് നോക്കുന്നത് ഈ പറയുന്ന മാമൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് നിങ്ങൾക്ക് കുറച്ച് എൻ്റെ ലവ് സ്റ്റോറി ഒന്ന് കാണാം. അതിൽ ഞാൻ വ്യക്തമായിട്ട് എന്താ പറയുക പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഒരു പ്രശ്നം, കുടുംബ പ്രശ്നം എന്നുള്ള കാരണം നമ്മൾ പറയുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് അന്ന് മുതൽ ഞങ്ങളെ ബന്ധം കല്യാണം കഴിഞ്ഞിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിയുന്നതിന് മുന്നേ അവർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവൾ ഉപ്പാവും ഉമ്മാവും ഇഷ്ടപ്രകാരം നമ്മളെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞ് തന്നെ അവർ പോകണം. പിന്നെ കാര്യമില്ലല്ലോ. ഈ മാമൻ എന്ന് പറയുന്ന വ്യക്തി പിന്നെയും ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങളെ വേർതിരിപ്പിക്കാനും അതേപോലെ ഞങ്ങളെ അടിയുണ്ടാപ്പിക്കാനും ഒരുപാട് കാര്യങ്ങൾ അവർ ശ്രമിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇപ്പം മാമനെ എന്നെല്ലാം പറഞ്ഞ് സംസാരിക്കുന്നുള്ളതും. പിന്നെ എനിക്ക് തീരെ മനസ്സിലാത്ത ഒരു കാര്യം, ഇവർ എല്ലാവരും ഒത്തൊരുമയോടെയാണ് ഇപ്പം ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതും. അതായത് ഈ റിഫയുടെ ഫാമിലിയും ഈ മാമനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നേ മുതൽ, കാരണം വെച്ചാൽ അതിന്റെ മരിക്കുന്നത് വരെയും ആ ഒരു പ്രശ്നം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു. മരിക്കുന്നത് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അവർ ഒന്നിച്ച് മേനാസിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് മേനാസ് ആരോപിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അല്ലെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റിഫാന്റെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ ലവ് സ്റ്റോറിയിൽ ഏകദേശം പറയുന്നുള്ളത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ തെളിയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ മാമൻ എന്ന് പറയുന്നത്, അതായത് ഇവരെ മൂപ്പരെ പേര് റിയാസ് എന്നാണ്. റിയാസിന്റെ മകനാണ് അന്ന് മരിച്ച അന്ന് എന്നോട് നീയാണ് തൂക്കിക്കൊന്ന് എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയതും അപ്പാട് റിജുവും അതായത് റിഫാന്റെ ബ്രദറും എന്നോട് എടുത്തു ചാടിയാണ് ഉണ്ടായത്. അപ്പം ഞാൻ തീർച്ചയായിട്ടും തളർന്നു പോയി. കാരണം എൻ്റെ കൂടെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരെ കൂടെ വന്ന ആളാണ്. ഒരക്ഷരം എന്നോട് മിണ്ടിയിട്ടില്ല. എത്രയോ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നോട് സംസാരിക്കാൻ, ഡൗട്ടുണ്ട്. അതായത് അവൻ പറയുന്നുണ്ട് ജംഷാദിന് എന്തോ വോയിസ് എനിക്ക് കേൾപ്പിച്ചു തന്നു. കാരണം ഇപ്പം ലീക്കാക്കിയ വോയിസ് അവിടുന്ന് എനിക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ മോനെ സത്യം ഞാൻ കളവറേണ്ട ആവശ്യമില്ല. റമദാൻ മാസം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല എനിക്ക് തീർച്ചയായും റമദാൻ മാസം എനിക്ക് ആളുടെ ശിക്ഷ തരണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഇങ്ങനത്തെ ഒരു തെറ്റ് എനിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷ എനിക്ക് ചെയ്യാൻ അവൾ അത്രയും സ്നേഹിക്കുന്ന ഒരു പെണ്ണ് ഞാൻ ഒരിക്കലും ചെയ്യൂല. പിന്നെ ഈ ഇത്രയും സ്നേഹിക്കുന്ന പെണ്ണിന് എന്തുകൊണ്ട് മേനു അവിടെ ഗൾഫിൽ കേസ് കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പം റിഫാന്റെ ഫാദർ ആണെങ്കിലും അങ്ങനത്തെ ഉള്ള രീതിയിലാണ്. ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പെണ്ണ് എന്തുകൊണ്ട് കേസ് കൊടുത്തിട്ടില്ല. കാരണം ഗൾഫിൽ ഇപ്പം നമ്മൾ ഇന്ത്യയിലല്ല പുറം രാജ്യങ്ങളിൽ എന്താ പറയുക, നോർമലി ഫാമിലി അറിയാം, ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദറിൻ്റെ അല്ലെങ്കിൽ ഉപ്പ ബാപ്പ ഇവരെ കാര്യങ്ങൾ ഈ ഹസ്ബൻഡിൻ്റെ ഒരു സംഭവം നോക്കൂല അവർ. കാരണം ഞാൻ ഈ ബ്രദർ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്, അതേസമയം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനക്ക് വേണമെങ്കിൽ പരാതി കൊടുക്കാം. കാരണം ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് അവനക്കാണ്. അവൻ്റെ വാക്കേ അവിടെ ഏറ്റവും വലിയൊരു വിലയുള്ളൂ. കാരണം ഞാൻ ഒറ്റക്കാണ്, ഞാൻ റിഫ മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും അവിടുത്തെ ജയിലിൽ കഴിയേണ്ടതാണ്.
അപ്പം ഞാനിവിടെ എത്തണം എന്നുണ്ടെങ്കിൽ അവൻ്റെ അനുവാദത്തു കൂടിയാണ്, എൻ്റെ അനുവാദം അല്ലത്. അതായത് റിഫയുടെ ആങ്ങള അവിടെ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ മെഹനാസ് നാട്ടിൽ നിന്നുള്ളതാണ് പറയുന്നത്. അതെ, കാരണം അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംശയം ഫസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര പൊട്ടിത്തെറി എന്താ പറയുക, അന്നത്രക്കും ഞാൻ ആരും മോശമായിട്ടൊന്നും പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിഫാന്റെ ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്ന റിഫാന്റെ ഉപ്പാനെയോ ഉമ്മാനെയോ അല്ലെങ്കിൽ റിജുവിനെയോ ഞാൻ ഒരാളെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥയാണ് എനിക്കും അതേപോലെ തന്നെ അറിയണ്ട. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞോ കഞ്ചാവ് അടിക്കുന്നതാണ്, ഓന് ഡ്രഗ്സ് സെയിലിംഗ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഇതിലൊരു യാതൊരു കാര്യമില്ല. അങ്ങനെയൊക്കെ ഇവര് ആരോപിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. അന്ന് മുതൽ അന്ന് ആ സമയത്ത് ആക്ഷൻ എടുക്കണമായിരുന്നു. വേണ്ടെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു നേരത്തെ. കാരണം നേരത്തെ കഥയാണല്ലോ ഇതൊക്കെ പറയുന്നത്. പിന്നെ ഗൾഫിൽ ഈ പിന്നെ റിജു അത് എവിടുന്നാണ് പറയുന്നില്ല, ഏകദേശം എന്നോട് കുറച്ചാൾ ചോദിച്ചിട്ടുള്ള ഗൾഫിൽ നിന്ന് ഗൾഫ് റൂമിൽ അവൻ കയറുന്ന സമയത്ത് കഞ്ചാവ് മണത്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ ശരീരം ഭയങ്കര സ്കൾട്ടാണ്. അത് നോർമലി എൻ്റെ ഫാമിലി എല്ലാവരും അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഉപ്പ ഉമ്മാവും. പിന്നെ ഞാൻ ഈ ഡ്രഗ്സും അതേപോലെ തന്നെ കഞ്ചാവും കള്ളും കാര്യമെല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്കൾട്ടായിട്ട് കിടക്കുന്നത്, ഫുഡ് കഴിക്കാത്തത്, ഉറക്കില്ലാത്തതെന്നാണ് അവൻ പറയുന്നത്. എന്താ പറയുക, അതിന് നമുക്ക് റിപ്ലൈ ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, പറയാണ്ട് ഒരുപാട് ആൾക്കാർ മെലിഞ്ഞ ആൾക്കാരുണ്ട് എല്ലാവരും. ഇപ്പോ മെഹനാസ് പറയുന്നത് നമ്മൾ ചോദിച്ചത് ചോദ്യം ഇതായിരുന്നു, അതായത് ഈ കേസ് മെഹനാസ് അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മെഹനാസ് ഇപ്പൊ അന്ന് ഈ റിഫയുടെ ഇപ്പോ മയ്യത്ത് ഡെഡ് ബോഡി നാട്ടിലെത്തിയ ദിവസം തന്നെ നിങ്ങളുടെ ഫാമിലി പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾക്ക് എന്നെ പോലെ പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ പോസിബിലിറ്റീസ്, ഇവിടെ കേസ് എടുക്കേണ്ട പോസിബിലിറ്റീസും അല്ലെങ്കിൽ അത് ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം അതിന് പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളത് സാറ് പറഞ്ഞു തന്നു അല്ലെ? രണ്ട് കൺട്രി ആണെന്നൊക്കെ പറഞ്ഞു. അതെ, അത് പറഞ്ഞു തന്നു. പിന്നെ ഈ ന്യൂസ് ചാനലിന്റെ കഥ, ന്യൂസ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരാതിയിലേക്ക് അതിനുശേഷം ഞാൻ കൊടുത്ത പരാതിയാണ്, പരാതിന്റെ പേപ്പറാണിത്. പിന്നെ ശരിക്കും നോക്കിക്കോ, ഇതിൽ ഞാൻ എന്താ പറയുക, എനിക്ക് ഡൗട്ടുള്ള കാര്യങ്ങളിൽ വെച്ചിട്ടാണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ആ പരാതി കൊടുത്തതിൻ്റെ റെസീറ്റാണ് ഇത്. ഏകദേശം ഞാൻ പരാതി കൊടുത്തിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതിൻ്റെ റെസീറ്റ് കിട്ടിയത്. കാരണം എന്താ പറയുക, എന്താണെന്നറിയില്ല, അന്ന് മുഖ്യമന്ത്രി വരുന്നതിലൊരു ജാം ആയതുകൊണ്ടായിരിക്കാം, അങ്ങനെയാണ് സാറ് പറഞ്ഞിട്ടുള്ളത്, കുറച്ച് തിരക്കായതുകൊണ്ട്. പക്ഷെ ഞാൻ ഇതിന് ഇറങ്ങാൻ തുടങ്ങിയിട്ട് അതിന് മുൻപേ, കാരണം ഞാൻ എൻ്റെ സ്റ്റേഷൻ പരിധിയിൽ പോയി അന്വേഷിച്ചു. അവിടെയും ഈ കോഴിക്കോട് സാറ് പറഞ്ഞതുപോലെ ഏകദേശം പറയുന്നത് കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ പോയി. കാരണം ഞാൻ പോയത് ഫസ്റ്റ് പോയത് എൻ്റെ വാപ്പാവും ഞാനുമാണ്, പിന്നെ എൻ്റെ അളിയാവും ഞാനാണ് പോയത്. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാവശ്യം കാഞ്ഞങ്ങാട് പോയിട്ടുണ്ട്, കാസർഗോഡ് CI ഓഫീസിൽ പോയി, SP ഓഫീസിൽ പോയി. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലത്തുങ്ങൾ കയറി ഇറങ്ങി. പിന്നെ എൻ്റെ എന്താ പറയുക, അങ്ങനെ ലാസ്റ്റ് ഈ ബാച്ചാൻ്റെ പ്രശ്നം തന്നെ ഏറ്റെടുത്ത ഒരു സാറുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ബാച്ച എൻ്റെ പേരിൽ, കാരണം മൂന്നാറിൽ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ബാച്ചാൻ്റെ കാര്യങ്ങളുണ്ടല്ലോ, ആളുടെ പേരിൽ ഓൻ കൊടുത്ത റോബറി കേസാണ്. കാരണം അവൻ്റെ ഫോൺ ഞാൻ കൈപ്പറ്റി ബ്ലാക്ക് മെയിൽ ചെയ്തെന്നുള്ള രീതിയിലാണ് അവൻ കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ സ്റ്റേഷനിൽ പോയി, പിന്നെ ബാച്ച പറഞ്ഞതിൻ്റെ ഇതാണ് പറയുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഫുൾ കളവാണ്. ഈ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പബ്ലിക് കേരള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് പൂർണ്ണമായും തെളിവടക്കം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എയർ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ബാച്ചാനോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യങ്ങൾ കറക്റ്റല്ല. കാരണം ഞാനിത് ഏതൊരു ഞാൻ വോയിസിൽ ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരെന്തുകൊണ്ട് ഞാൻ ഖാദർ ഈ ബാച്ച എന്ന് പറയുന്ന വ്യക്തിനോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് അല്ല ഈ ചോദിച്ചിട്ടുള്ളത്, മറിച്ച് അവൻ കേട്ട് നിന്നിട്ടാ ഉള്ളത്. അതായത് ഈ ഖാദറിന് ഞാൻ പിന്നെ ഇന്റർവ്യൂ കൊടുക്കാത്തതിന്റെ കാരണം എന്താ പറയാ, ഒന്നാമത് സ്റ്റാർട്ടിങ് ഒരുപാട് കളവ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഖാദറിന്റെ പേരിൽ പരാതി കൊടുത്തതാണ്. ഇത് ഭാര്യയുടെ ആത്മഹത്യ, ഇത് അതിന് അന്വേഷണം നടത്താനുള്ള പരാതി. ഭാര്യയുടെ ആത്മഹത്യക്ക് പിന്നിൽ ഒരു അന്വേഷണം നടത്താൻ അതൊരു പരാതിയാണ്. അത് നമ്മൾ ഏകദേശം ഫസ്റ്റ് ഇതിന്റെ പേര് ഫസ്റ്റ് നമ്മൾ ഒരു പോലീസ് സ്റ്റേഷൻ കൊടുത്ത് അവിടുന്ന് എടുത്തില്ല, പിന്നെ അത് മാറ്റി വേറെ കൊടുത്ത്, അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കയറുമ്പോൾ അല്ല, ഇത് യൂട്യൂബ് ചാനലുകാർ ഇട്ടിട്ടുള്ള ചാനലുകാർക്കെതിരെ, കാരണം അത് ഫുൾ ഫേക്ക് ന്യൂസ് ആണ്. ഇത് ചാനലുകൾക്ക് കൊടുത്തെന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് ഉണ്ടായ ഫേക്ക് ന്യൂസുകൾ വന്ന എല്ലാ ചാനലുകൾക്കും ഒരുമിച്ചാണ് അത് കൊടുത്തത്.
വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതിന് ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫാൻ്റെ ഉപ്പാക്കോ ഉമ്മാക്കോ യാതൊരു സംശയം എന്നെയോ, കാരണം അവർക്ക് അറിയാം എന്നെ, അവർ പറയുന്നത് ഞാൻ തൂക്കി അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മേനു തൂക്കിക്കൊന്ന് എന്നുള്ള രീതിയിലാണ് ഉപ്പാന്റെ വായിന്ന് വരെ വന്നിട്ടുള്ളത്. എൻ്റെ വിവരം മനസ്സിലാക്കുന്നുണ്ടാവില്ല. ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താ പറയുക, ഉപ്പാക്ക് തീർച്ചയായിട്ടും എന്താ പറയുക, ഇപ്പം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യമേ പറഞ്ഞ് എന്താ പറയുക, ഒരു ഇത്രയും ക്രൂരനായ ഒരു ഞാൻ അവളെ ഡെയിലി മർദ്ദിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, അടിച്ചു എന്ന് എന്താ പറയുക, അടിച്ചു എന്ന് പറയുന്ന ആ കാലിൻ്റെ അവർ എന്താ പറയുക, ഇത് സത്യം ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ളൊരു കാരണങ്ങളുണ്ട്, വ്യക്തമായ കാരണങ്ങൾ. അതൊന്നും അവർ പറയുന്നില്ല. എന്തുകൊണ്ട് ഒരാൾ വെറുതെ ഒരാളെ അടിക്കൂല, വെറുതെ ഒരാളെ ചീത്ത വിളിക്കൂല, ഒരിക്കലും ചെയ്യില്ല. പ്രത്യേകിച്ച് ഞാൻ റിഫക്ക് കൊടുക്കുന്ന അവർ പറയുന്നത് എന്താണ്, ഞാൻ റിഫാനെ കൂട്ടിലിട്ട് വളർത്തിയതാണ്, റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നുള്ളത്. പിന്നെ അവള് എന്താ പറയുക, മുന്നേ ഒരു ബ്ലോഗറായിരുന്നു, കുക്കിങ്ങിൻ്റെ ചാനലിൽ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തതെന്നാണ് പറയുന്നത്. അതൊന്നുമല്ല, റിഫാനെ ഈ നിലയിൽ എത്തിച്ചതും പുറലോകം കാണിപ്പിച്ചതും നിങ്ങൾ കാണാനുള്ള കാരണം ഞാൻ തന്നെയാണ്. കാണിച്ചിട്ടുണ്ടെങ്കിൽ അവളൊരു ആഗ്രഹം ഉള്ളത് ഞാൻ പിന്നെ എന്താ പറയുക, ഈ ഒരു ഞാൻ റിഫാൻ്റെ മരിച്ചന്ന് ലൈവ് ഇട്ടിട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് അതൊരു ചാനലിൽ പറയുന്നുണ്ട്, റിഫാൻ്റെ ഉമ്മാനും ഉപ്പാവും ഒന്നിച്ചുള്ളൊരു ചാനൽ തന്നെയാണ്. ആ ചാനലിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈവ് ഇട്ടു എന്നുള്ളത്. ഈ ചാനലുകാർ പറയുന്നത് ആരത് കേട്ടിട്ടാണെന്ന് എനിക്കറിയുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഇവർ അന്വേഷിക്കാണ്ടാണ് ഇത് കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതും വാർത്ത ആക്കുന്നതും എന്നുള്ളത് ഞങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം എൻ്റെ സ്റ്റോറി അന്നേരം കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നിന്ന് ഒരാൾ പറയട്ടെ ഞാൻ അന്ന് ലൈവ് പോയിട്ടുണ്ടെന്ന്, എൻ്റെ സ്റ്റോറിയിൽ നിന്ന് 10 ആളല്ലാണ്ട് അതിൽ കൂടുതൽ ഒരാൾ കണ്ടിട്ടില്ല. അതൊരാൾ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് ഒരു പോസ്റ്റ് പോലെ ഇട്ട് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന പോലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടെന്നാണ്. പക്ഷെ അതിനെ പോസ്റ്റാക്കി മാറ്റി പിന്നെ റിഫ മരിച്ച് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഫോണിൽ കാണിച്ചു കൊടുക്കാം. 3 ദിവസം കഴിഞ്ഞിട്ട് അത് ആ ചാനൽ പറയുന്ന റിഫാൻ്റെ ഉപ്പാനും ഉമ്മാനും മുൻപിൽ വരിച്ചിട്ടാണ് ഇവർ പറയുന്നത്, റിഫ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ബുർജ് ഖലീഫയിലുള്ള സ്റ്റോറി ഇട്ടെന്നാണ്. കാരണം ഇവർ ആരോപണങ്ങൾ ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകുമ്പം അതിനിങ്ങനെ കൊണ്ടുപോവാണ്. പിന്നെ അതേപോലെ തന്നെ ആഷിക്ക് ഫസ്റ്റ് ക്ലിയർ ആയിട്ട് പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനലിൽ നിന്ന് വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട്. എന്താണ് ഈ ആഷിക്ക് പറയുന്നുണ്ട്, ജംഷാദ് എന്താ പറയുക, ജംഷാദ് പറയുന്നത് കേട്ടതാണ് ഞാൻ, അവൻ അവളെ അടിച്ചു എന്നുള്ളത് ജംഷാദ് പറയുന്നത് കേട്ട് എന്നാണ് ആര് പറയുന്നത്, ആഷിക്ക് പറയുന്നത്. അത് പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനലിൽ തന്നെ വ്യക്തമായിട്ട് ആഷിക്ക് തന്നെ പറയുന്നുണ്ട്. അതിനെ അവൻ ആ വീഡിയോയിൽ തന്നെ സംസാരിച്ച് ആഷിക്ക് പറയുന്നുണ്ട് മെഹനു അടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ആഷിക്കിനെ പറയിപ്പിച്ച് അടുത്ത വീഡിയോയിൽ അത് ആഷിക്ക് കണ്ടതെന്നാക്കി പിന്നത്തെ വീഡിയോയിൽ നമ്മളെ എന്തെല്ലോ ആക്കി കൊണ്ടുപോയി. അത് പോട്ടെ. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കഥ ഈ എന്താ പറയുക സ്റ്റാർട്ടിങ് എന്താ പറയുക എവിടെ നിന്നാണ് ഈ പബ്ലിക് കേരള തുടങ്ങിയത് അവിടുന്ന് മുതലുള്ള കഥയാണ് എനിക്കിപ്പം ടോട്ടലായിട്ട് പറഞ്ഞു തരാനുള്ളത്. സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെയുള്ള വീഡിയോസിലുള്ള പബ്ലിക് കേരള എന്ന് പറയുന്ന ഖാദർ തന്നെ വായു കൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് പച്ചക്കള്ളങ്ങളാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാച്ച എന്ന് പറയുന്ന വ്യക്തിൻ്റെ കാര്യങ്ങൾ മൊത്തം ഞാൻ ഇവനക്ക് പറഞ്ഞു കൊടുത്തിട്ടും തെളിവ് കാണിച്ചു കൊടുത്തിട്ടും യോനാടെ കസാലയിൽ ഇരുത്തിയിട്ട് ഇവനിപ്പം വലിയൊരു സെലിബ്രേറ്റ് ആക്കി കൊണ്ടുപോവുക ഉള്ളത്. കാരണം ഞാൻ അവനോട് പച്ചക്ക് പറഞ്ഞിട്ടുണ്ട്, അവനല്ലാണ്ട് എന്നോട് ഖാദർ പറഞ്ഞ വേറെ കാര്യമുണ്ട് പോരേന്ന്. വീട്ടിൽ വന്നത് ഏകദേശം എൻ്റെ വീട്ടിൽ വന്നത് 12-ാം തീയതിയാണ് ഡേറ്റ്. 12-ാം തീയതി വന്നിട്ട് ഈ ഖാദറിൻ്റെ അന്ന് ഞാൻ വിശദീകരിച്ച് ഈ പിന്നെ എന്താ പറയുക ഒരു ഫസ്റ്റ് കാണുമ്പോൾ ഞാൻ വിശദീകരിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഞാൻ പറഞ്ഞ് എന്താ പറയുക റിഫാൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അനുവാദം അന്ന് കിട്ടിയിട്ടില്ല. കാരണം ഞാനൊരു സ്റ്റോറി ഇട്ട തന്നെ ജനങ്ങളും അതേപോലെ തന്നെ ഈ റിഫാൻ്റെ ബ്രദറും എന്നെ അതിലൊരുപാട് എന്താക്കി താഴ്ത്തിക്കെട്ടി. കാരണം ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒരു ആരെങ്കിലും ഒരു ഹെൽപ്പ്. ഈ സ്റ്റോറി എന്ത് കാര്യം കൊണ്ടാണ് മെഹനാസിനെ പെടാൻ തോന്നിയത്? അത് ഞാൻ പിന്നെ റിഫാനെ എന്താ പറയുക ആംബുലൻസിൽ കയറ്റി കഴിഞ്ഞ് ഞാൻ അവളെ വിളിച്ച് എണീക്കുന്നില്ല, ഒരുപാട് പ്രാവശ്യം ഞാൻ വിളിച്ച് എന്നെ ഡോക്ടർമാർ എന്താ പറയുക ആംബുലൻസിലുണ്ടായ ആൾക്കാർ എന്നെ പിടിച്ച് പുറത്തിട്ട് അവർ പെട്ടെന്ന് എന്താക്കി അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവിടെ അലറുന്നുണ്ട്. ഞാൻ അവിടെ എന്താ പറയുക ഞാൻ പൊട്ടിക്കയറിയാണ്. അടുത്ത ആംബുലൻസിലുള്ളവർ അവിടെ ഒരു മലയാളി ഉണ്ടായിട്ടുണ്ട്. മലയാളി പറഞ്ഞ ആംബുലൻസിൻ്റെ അവർ തന്നെയാണ് തോന്നുന്നത്. പോലീസുകാരും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞിനോ ഞാൻ എത്ര എന്താ പറയുക ഒരു മനുഷ്യന് സങ്കടം വരുന്നതും കരയുന്നതിനും ഒരു ലിമിറ്റില്ലേ.
വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാട്ടിലേക്ക് എനിക്ക് ബാക്കിയുള്ള ആരോ പറയുന്നതായിട്ട് ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു എന്താ പറയുക വലിയ വലിയ ആൾക്കാരാണ് ഇതിൻ്റെ പുറകിൽ ഈ പേപ്പർ എന്ന് പറയുന്ന പോസ്റ്റ്മോർട്ടം പേപ്പർ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് മെഹനാസ് റിക്വസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച ഞാനാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് ബോഡി എത്തിച്ചത്? ഇത്രയും പെട്ടെന്ന് ബോഡി എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത ആരും ഇല്ലല്ലോ. കാരണം പോലീസിനെ കയ്യിലെടുക്കാനോ ഒരു റൂമിന് കൊടുക്കാൻ വരെ ഫണ്ടില്ലാത്ത ഞാൻ എങ്ങനെയാണ് പോലീസിന് ഫണ്ട് കൊടുക്കുക? പോട്ടെ, ഫണ്ട് ഒരു മറ്റുള്ള ആ രാജ്യത്തിലുള്ള ഒരു ഫണ്ടിങ്ങും ഒരു സംഭവം നടക്കൂല, കൈക്കൂലൊന്നും അവിടെ നടക്കൂല. പ്രത്യേകം അറിയുന്നവർക്ക് അറിയാം. പിന്നെ ഈ കാര്യങ്ങൾ ചാനലിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് കണ്ടവർക്ക് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും വാച്ച് എത്രത്തോളം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോ നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് ഇപ്പോ അന്ന് എല്ലാവർക്കും ഒരു സംശയം, ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ആംബുലൻസ് എങ്ങനെ എത്ര പെട്ടെന്ന് അവിടെ എത്തിയെന്നുള്ളതാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നടന്നു പോകുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഒരു ആംബുലൻസ് ചായ കുടിക്കാനോ എന്താണെന്ന് അറിയില്ല അവിടെ നിർത്തി കിടക്കുകയാണ്. അത് ഞങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല, കാരണം ആരാണ് മലയാളിയാണോ ബംഗാളി ഞാൻ അന്നേരം ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ റൂമിൽ പോയി. പിന്നെ റിഫാന്റെ ബ്രദർ പ്രത്യേകം പറയുന്ന ഒരു ആരോപണമുണ്ട്. എന്താ പറയുക, ഞാൻ റൂമിലെത്തി, ഡോറ് തുറന്നു, ഞാൻ അലറി വിളിച്ചു, അതൊക്കെ ഓക്കെയാണ്. അലറി വിളിച്ചു, ഞാൻ ഇവളെ പൊക്കിയെടുത്ത്, അത് കറക്റ്റാണ്. അതുവരെ ഞാൻ പൊക്കിയെടുത്തിട്ട് ജംഷാദ് റൂമിൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ എന്തോ പ്രാങ്കാണ് അതാണ് എന്നിട്ട് ബാത്റൂമിൽ പോയി എന്നിട്ട് കാല് കൈ വന്നതാണ് എന്ന് പറയുന്നത്. എന്താണിത്? ഒരാളെ കരച്ചിലും ഫേസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല അത് സീരിയസ് ആണോ തമാശയാണോ എന്നുള്ളത്. ഇതൊക്കെ എന്തിനാണ് പറയേണ്ട ആവശ്യം? കാട സത്യത്തിൽ നടന്നിട്ടുള്ള കാര്യം. റിഫാനെ ഞാൻ പൊക്കി സ്പോട്ടിൽ, എൻ്റെ സൗണ്ട് കേട്ടപാട് ജംഷാദ് സ്പോട്ടിൽ ഓടി വന്ന് എന്താ പറയുക ഓൻ അയച്ച് നമ്മൾ ബെഡിൽ കിടത്തിയിട്ട് എന്താ പറയുക ശ്വാസം കൊടുക്കാൻ നോക്കി. നെഞ്ഞിന് ഞാൻ ജസ്റ്റ് ഇതാക്കി നോക്കി. അപ്പോൾ ജംഷാദ് എന്താക്കി എന്താ പറയുക കൈ ഇങ്ങനെ തൊട്ട് നോക്കി, കൈ തൊട്ട് നോക്കിയിട്ട് പൾസ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വേഗം ആഷിഖിനെ വിളിച്ച് വരട്ടെ. ആഷിഖ് എൻ്റെ റൂമിലോ ഇല്ല, ആഷിഖ് ഇതുവരെ റൂമിൽ വന്നിട്ടുമില്ല. കാരണം ഈ ആഷിഖ് പിന്നെ എന്താ പറയുക ഈ അന്ന് അടിച്ചു എന്ന് കണ്ട് എന്നാണ് റിഫാന്റെ ഫാദർ പറയുന്നുള്ളത് അല്ലേ. ആഷിഖ് എന്ന് പറയുന്ന സംഭവം ഓന് എന്താ പറയാ കണ്ടിട്ടില്ല. ഓൻ എനിക്കൊരു വോയിസ് ഞാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കണ്ടിന്യൂഷൻ പറയൂ മെഹനാസ്. അതായത് അന്ന് നിങ്ങൾ പൊക്കിയെടുത്തു, മെഹനാസ് പൊക്കിയെടുത്തു, നേരെ ഓടി വന്നു, അത് അഴിച്ചു, റിഫാനെ താഴെ കിടത്തി ഫസ്റ്റ് എയ്ഡ് ഇത് കൊടുക്കാൻ ശ്രമിച്ചു, അതായത് ശ്വാസം കൊടുക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ജംഷാദ് പൾസ് നോക്കി. ആ സമയത്ത് ജംഷാദ് പറഞ്ഞു പൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഉള്ള ഒരു രീതിയിൽ എനിക്ക് തോന്നി അതാ പ്രശ്നമില്ല, എന്നെ സമാധാനിപ്പിക്കും എന്താണെന്ന് അറിയില്ല. ഓൻ പെട്ടെന്ന് അങ്ങനെ സമയത്ത് മെഹനാസ് താഴെ ഓടിപ്പോയി ആംബുലൻസ് അല്ല. അപ്പം ഈ ആഷിഖ് എന്ന് പറയുന്ന വ്യക്തിനെ വിളിക്കാൻ വേണ്ടിട്ട് ജംഷാദ് ഓടിപ്പോയി. ജംഷാദാണ് ഓടിപ്പോയത്. അപ്പൊ ഞാൻ എടുത്ത് ഞാൻ പുറത്തേക്ക് പോകുമ്പോ തന്നെ ഞാൻ കുറെ വിളിക്കുന്നുണ്ട്. ഒരു എന്താ പറയാ കഴുത്ത് നല്ല ചോപ്പായിരുന്നു. എനിക്ക് എന്താ പറയാ എൻ്റെ എല്ലാം മാറി. ഞാൻ എൻ്റെ ബഹളന്ന് ഭയങ്കരത്തിൽ എന്താ പറയുക ആ സിറ്റുവേഷന് ആളുടെ ഒരാൾക്ക് അനുഭവം കൊണ്ടാലും മനസ്സിലാവുള്ളൂ. പിന്നെ ആ സമയത്ത് ഞാൻ എടുത്തു പോയി. ഓടിപ്പോകുമ്പം പെട്ടെന്ന് പെട്ടെന്ന് ഓടി വന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് എടുത്തു. നേരെ പുറത്ത് കഴിയുമ്പോൾ ആംബുലൻസ് അന്നേരം വണ്ടി എടുത്ത് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്താക്കി അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞ നിർത്ത്, ഇതാക്കണം, സൂസൈഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു റിഫണ്ട് എന്റെ കയ്യില്. താഴെ എത്തി ആംബുലൻസിന്റെ അടുത്തെത്തി ആംബുലൻസ് പോവാൻ റെഡിയായി നിൽക്കായിരുന്നു. ആ സമയത്ത് റിഫാനെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ആംബുലൻസ് സാറ് എന്താ പറയുക സ്റ്റാർട്ടിങ്ങിൽ ആംബുലൻസ് സാറ് കണ്ടപാട് നമ്മൾ ബഹളം വെക്കുന്നത് കണ്ടിട്ടും എന്താണ് ചോദിച്ചുള്ള രീതി ചോദിച്ചാകുമ്പോൾ പെർമിഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്തോ പെർമിഷൻ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു സൂസൈഡാണ് അങ്ങനെ ഞാൻ എൻ്റെ എല്ലാവരുടെ വിളിയെല്ലാം കേട്ടിട്ട് അവരെന്താക്കി പെട്ടെന്ന് എടുത്തു. എടുത്ത് അങ്ങനെ വേഗം കടത്തിയിട്ട് പിന്നെ അവർ ചെക്ക് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ അവരെ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഞാൻ വിളിച്ചോണ്ടെന്ന് വെച്ചാൽ എൻ്റെ അത്രക്ക് ഭ്രാന്തിലായിരുന്നു ഞാൻ. അപ്പം ഞാനിങ്ങനെ ഒരേ ആംബുലൻസിൽ കയറുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പേരും കൊടുക്കുകയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് അടുത്ത് പോയിട്ട് അടുത്ത ഒരു സംഭവങ്ങൾ അറിയൂല. കാരണം ഇപ്പൊ റിജു പറയുന്നുണ്ട് ഞാൻ 3 വർഷം ഉണ്ടായിട്ടുണ്ട്, 2 വർഷം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, ഞാൻ അബുദാബി എന്ന് പറയുന്ന സ്ഥലത്ത് ഹംദാൻ സെന്ററിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ റൂം
ഷോപ്പ്, റൂം, ഷോപ്പ്. ഇതിൽ 4ാമത്തെ ഒരു കഥ, ഗവൺമെന്റ് പേപ്പർ ഇങ്ങനെ വേണമെന്ന് എൻ്റെ അർബാബാണ്, ആ ഷോപ്പിന്റെ ഓണറാണ് എന്നെ കൂട്ടിക്കൊണ്ട് പിടിക്കുന്നത്. അല്ലാണ്ട് വേറൊരു UAE ഇങ്ങനത്തെ റൂൾസ് ഉണ്ട്. അതേപോലെ എന്താ പറയുക, ഇങ്ങനത്തെ പേപ്പർ ഇങ്ങനെ ആക്കണം, ആംബുലൻസ് ഹോസ്പിറ്റലിൽ ഇന്ന സ്ഥലത്താണ് ഇത്, അങ്ങനത്തെ ഒന്നും നമുക്ക് ആംബുലൻസ് എവിടെയാ പോകുന്നത് ഒന്നും അറിയില്ലല്ലോ. ഇതില് അന്ന് ആംബുലൻസിൽ കയറ്റി അത് ചെക്ക് ചെയ്തു. നെക്സ്റ്റ് എന്താ സംഭവിച്ചത്? ആംബുലൻസിൽ കയറി ചെക്ക് ചെയ്തിട്ട് ഇവര് പോലീസുകാർ എന്താക്കി, എന്നെ വിളിച്ച് പോലീസ് CID എല്ലാം എത്തിയപ്പാട് ഞാൻ പറഞ്ഞു ആംബുലൻസുകാരോട് വിളിക്കാൻ. ഞാൻ പറഞ്ഞു പോലീസുകാരെ വിളിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു ഇത് കിട്ടണമല്ലോ, ഇങ്ങനത്തെ ഒരു സംഭവം. ഒന്നാമത് ആത്മഹത്യയാണ്. അങ്ങനെ വിളിച്ചു വരുത്തി സ്പോട്ടിൽ, കാരണം ഞങ്ങൾ അവിടെ അടുത്ത് കഴിഞ്ഞ് ആംബുലൻസ് കയറ്റി കഴിഞ്ഞിട്ട് സ്പോട്ടിൽ എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ഫോറൻസിക്കാർ എത്തി കഴിഞ്ഞിട്ട് നേരെ ഇവര് ഫോറൻസിക്കാർ റൂമിലേക്കാണ് നേരെ പോയി. ഞാൻ പോയിട്ടില്ല. അന്നേരം പോയത് ജംഷാദാണ് അവരെ കൂടെ പോയിട്ടുണ്ടാവും. ജംഷാദാണോ എന്ന് ആ സമയത്ത്, കാരണം ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല എന്താ പറയുക, ജംഷാദാണ് അവരൊക്കെ കിഞ്ഞ് വരുന്നത് കണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ സമയത്തൊക്കെ ഞാൻ അവിടെ തനിച്ചായിരുന്നു. തനിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല. ഈ ഡോക്ടർമാരാണ് അതിനുള്ളിൽ ആംബുലൻസിൽ ഉണ്ടാളാണെങ്കിൽ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നിട്ട് കീഞ്ഞിട്ട് പോയി. ഇവര് വണ്ടി ആംബുലൻസ് എവിടത്തേക്കും മൂവ് ആകുന്നില്ല. കാരണം വണ്ടി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലും പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇവർ എന്താ പറയുക, ഞാൻ വിചാരിച്ച് അവർ എന്തെല്ലോ സാധനം വെക്കുന്നൊക്കെ ഉണ്ട്, ഇതിൻ്റെ കൈക്ക് എന്തെല്ലോ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച അതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് ഉണ്ടാവും എന്നുള്ള വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പേരും കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. ആ നിൽക്കുന്ന സമയത്ത് പിന്നെ എത്രയോ സമയങ്ങൾ കഴിഞ്ഞ് പിന്നെ ഇവർ ഒക്കെ ഇറങ്ങിയിട്ട് പോയി. പിന്നീട് എല്ലാവരും മുഖഭാവങ്ങൾ മാറിയിട്ട് എന്നോട് പറയുന്നില്ല ആരും. അപ്പം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, എല്ലാവരും ചോദിച്ചു. പോലീസുകാർ പിന്നെ എന്നോട് എന്താ പറയുക, ഇവളെ പത്താക്ക ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിസിറ്റിങ്ങിലാണ്, വിസിറ്റിംഗ് പേപ്പർ കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്ത്, പാസ്പോർട്ട് ID എല്ലാം ഞാൻ ഗവൺമെൻറ് എല്ലാം കൊടുത്ത് അതെല്ലാം ആ കൊടുക്കുന്ന സമയത്ത് ഞാൻ മെസ്സേജ് അയക്കുന്നുള്ള റിജുവിന് വ്യക്തമായിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്, അർജന്റ് കോൾ മീ അർജന്റ് കോൾ മീ എന്ന്. അപ്പം ഇത് എത്ര സമയത്താണ്? അപ്പോൾ ഇന്ത്യൻ ടൈം എത്ര സമയത്തായിരിക്കും? ഏത് ഇപ്പോൾ ഈ ഇൻസിഡന്റ് നടന്നപ്പോൾ ഈ ആംബുലൻസിൽ കയറ്റി റിജുവിന് മെസ്സേജ് അയക്കുന്ന സമയം ഇനിയിപ്പം എന്താ പറയാ 4:35 കാണിച്ചതുപോലെ ഇതിലിപ്പം സമയം ഇന്ത്യൻ സമയമാണ്. ഞാൻ വേണമെങ്കിൽ എന്താ കറക്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് തന്നെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഈ റിജുവിന് ഞാൻ മെസ്സേജ് അയക്കുന്നത് ഞാൻ അന്ന് ആംബുലൻസ് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ മുൻകൂട്ടി ഒന്ന് അവൻ അറിഞ്ഞോട്ടെ, അവനൊരു സീരിയസ് കഥ ഉണ്ടായിക്കോട്ടെ എന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അയച്ച മെസ്സേജ്, കാരണം നമ്മൾ ആംബുലൻസിന്റെ അടുത്താണ് ഉള്ളത്. ആ സമയത്ത് ഞാൻ അയച്ച മെസ്സേജാണ്, ഹേയ് അർജന്റ് കോൾ മീ നോർമൽ കോൾ, പെട്ടെന്ന് ഞാൻ ഹോസ്പിറ്റലാണെന്ന്. കാരണം അന്ന് എന്താ പറയാ, പെട്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞുപോട്ടെ ഒരു എന്താ പറയാ, ഇത് ഇന്ത്യൻ സമയമാണ്. ഇത് ഇന്ത്യൻ സമയമാണ് കേട്ടോ. ഇതിൽ 1.5 മണിക്കൂർ നിങ്ങൾ മൈനസ് ചെയ്തോ, 1.5 മണിക്കൂർ നിങ്ങൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് UAE സമയമായിട്ട് കിട്ടും. അവൻ എനിക്ക് മെസ്സേജ് അയച്ച റിപ്ലൈ പറഞ്ഞ് എൻ്റെ കയ്യിൽ സിം ഇല്ല, എന്താക്കാം അങ്ങനെ മെസ്സേജ് അയച്ച്. അപ്പൊ ഞാൻ വോയിസ് അയച്ചു. ഇത് ഞാൻ വ്യക്തമായിട്ട് എനിക്ക് അതേ സമയത്താണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുള്ളത്, സൂസൈഡ് ചെയ്ത് എന്നാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുള്ളത്. അർജന്റ് കോൾ ആക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതേ സമയമാണ് നോക്കാം. ഇത് സമയം നാട്ടിലത്തെ സമയം കേട്ടോ. പിന്നെ അതിനൊരു ഇതുണ്ടായിരുന്ന ഇത് നാട്ടിലത്തെ സമയമാണ്. ഇനി 1.5 മണിക്കൂർ കുറച്ചാൽ മതി. ഇത് ഐഫോൺ ആണ്. ഓട്ടോമാറ്റിക്. അതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സംഭവം മിസ്റ്റേക്ക് പറയാനുള്ള കാരണം അതാണ്. സോറി. അപ്പോൾ ഇതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടും റിജു നാട്ടിലെത്തിയിട്ട് ആരോപിച്ച ആരോപണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് അവിടെ എത്തിയിട്ട് എന്താണ് ഒന്നും അറിയില്ല എന്നാണ് ഫസ്റ്റത്തെ വീഡിയോയിൽ പറയുന്നുള്ളത്. പിന്നെ ലാസ്റ്റത്തെ വീഡിയോയിൽ പറയുന്നുള്ളത് ഇവന് എന്താ പറയാ, ഇവൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനിക്ക് ആരോ മെസ്സേജ് അറിയിച്ചിട്ടുണ്ട് ഇവൾ മരണപ്പെട്ടു എന്നുള്ളത്. പക്ഷെ അവൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് അവൻ പറയുന്നത് വ്യക്തമായിട്ട്. എന്താ പറയാ, പീപ്പിൾ ഓഫ് വോയിസ് കേരള അതിലാ മറ്റാണോ ഇന്റർവ്യൂ പറയുന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി പറഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല. കാരണം എന്താ പറയാ, ഇവനിക്ക് എന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇർഫാൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളാണ് അവരെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അല്ലേ?
ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ മീറ്റ് ചെയ്യുന്ന ആൾ നിങ്ങളാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കാണ് ആ ബാക്കിയുള്ള കണ്ടന്റ് ഒക്കെ തരേണ്ടത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്, നിങ്ങളാണ് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് തരാണ്ട് ഇങ്ങനെ സംഭവം മറിഞ്ഞു പോയി. നിങ്ങളെ വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട് ഉപ്പ അവൾക്കൊരു മനോവിഷമം കൊണ്ട് ചെയ്തതാണ്, അല്ലാണ്ട് വേറെ അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ ഉപ്പ പെട്ടെന്ന് മാറാൻ കാരണം എന്താണ്? തീർച്ചയായിട്ടും എന്താ പറയുക, നമ്മളെ കുടുംബം കലക്കാൻ ഈ പബ്ലിക് കേരള ചെയ്തിട്ടാണ് നമ്മളെ കുടുംബം, എനിക്ക് എൻ്റെ മോനെ ഇന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥയും സിറ്റുവേഷനും ആയത് തീർച്ചയായിട്ടും പബ്ലിക് കേരള കാരണമാണ് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പരാതി കൊടുക്കുന്നതും. അതിൻ്റെ പേരിൽ എന്താ പറയുക, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ആരോപണങ്ങളാണ് എന്ന്. ആ പരാതി മെഹനാസിന്റെ കയ്യിലുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെയും പരാതിയും ഉണ്ട്, റെസീറ്റും ഉണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ പറയുക, പബ്ലിക് കേരള തന്നെ വോയിസ് ഒരു ഇടുന്നുണ്ട്. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മെഹനാസിന് തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിന് തെളിവുകൾ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്വേഷണം നടത്തേണ്ട ആവശ്യം. ഞാനിതാ പബ്ലിക് കേരളന്റെ പേരിൽ പരാതി കൊടുത്തിന്. ഇത് ഞാൻ ഈ പരാതി പബ്ലിക് കേരളന്റെ കൊടുക്കുന്നത് ഏകദേശം ഡേറ്റ് ഇതിൽ വരുന്നത് 4-ാം തീയതിയാണ്. ഏകദേശം ഇത് ഏപ്രിൽ 4 ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ ഏകദേശം ഇതിന്റെ കേസിനായിട്ട് അന്വേഷിക്കാനും നടക്കാനും തുടങ്ങിയിട്ട് മാർച്ചിൽ ലാസ്റ്റ് ആകുമ്പോൾ തന്നെ ഞാൻ അതിന്റെ ബാക്കിൽ നടന്നിന്. കാരണം എൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു മാനസികാവസ്ഥ ഉണ്ടായിട്ടുണ്ട് എൻ്റെ മനസ്സിൽ. അത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ എങ്ങനെ മഞ്ച് തുറന്ന് കാണിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് പിന്നെ ആളുള്ളതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന്റെ ബാക്കിൽ നടന്നിട്ടില്ല. കാരണം എന്താ പറയുക, ഞാൻ ആടുന്നത് ഗൾഫിൽ നിന്ന് വരുമ്പം എൻ്റെ കയ്യിലുണ്ടായ ഫണ്ട്, അതായത് ഞാൻ കുറച്ച് ഒരു ആഡ് ചെയ്ത ഫണ്ടാണെങ്കിലും അവിടെ ഡ്യൂട്ടി എടുത്തിട്ടുള്ള ഫണ്ടാണെങ്കിലും ഇതൊക്കെ എന്താ ഈ റിഫാൻ്റെ ഫാമിലി അന്ന് വാങ്ങിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, എനിക്ക് അന്നേരം പണമല്ല വലുത്, ആ സിറ്റുവേഷനിൽ എനിക്ക് ഒന്നുമല്ല വലുത്. ഞാൻ അത്രക്കും ഇതായിട്ടുണ്ടായിരുന്നു. അതാ എന്നോട് പിന്നെ ഈ പേപ്പർ കാര്യങ്ങളെല്ലാം ശരിയാക്കിയത് സുഹൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയും, അതേപോലെ റിഫാന്റെ കസിനാണ്. അതേപോലെ തന്നെ സുഹൈൽ ഖാന്റെ പിന്നെ പെങ്ങളെ ഭർത്താവ്, അതായത് മൂപ്പര് പേര് അജാസ്. ഇവരാണ് പിന്നെ ഞങ്ങൾ എന്താ പറയുക ഈ കാര്യങ്ങളായിട്ട് നടന്നിട്ടുള്ളതും ഓടിയിട്ടുള്ളതും ഒക്കെ ഈ പേപ്പറിന് വേണ്ടിയിട്ടൊക്കെ നടന്നിട്ടുള്ളത് ഇവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് ലാസ്റ്റ് സമയത്ത് വേറൊരു വ്യക്തി, എനിക്ക് ഫേസ് ഞാൻ ഇതുവരെ കാണാത്ത ഒരാളാണ്, എവിടെയും കണ്ടെന്ന് ചുമ്മാ എനിക്കറിയായിരിക്കും, എന്നോടൊരു 6 ലക്ഷത്തോളം രൂപയാണ് ഞങ്ങൾക്ക് ചിലവായിട്ടുള്ളത്, ഇത് നിൻ്റെ കയ്യിൽ എടുക്കാനുണ്ടാവോ എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ 100 ദിർഹംസ് ഉണ്ട്, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ പിന്നെ എന്താ പറയുക, എന്നാൽ പിന്നെ നിങ്ങൾ എന്താ പറയുക നാട്ടിലേക്ക് പോകേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ടിക്കറ്റ്, എൻ്റെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ടിക്കറ്റ് അടക്കം അവർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ രാത്രി 2-ാം തീയതി 11 മണിക്കാണ് ഫ്ലൈറ്റ് ഉണ്ടായത്. 3-ന് പുലച്ചക്ക് ഞങ്ങൾ നാട്ടിലും എത്തിയിട്ടുണ്ട്. പക്ഷെ ഈ മരണം നടന്ന് നാട്ടിലേക്ക് എത്തി. പക്ഷെ എല്ലാവർക്കും അത്ഭുതമായ കാര്യം ശരിയാണെങ്കിൽ ഇത് സത്യം പറഞ്ഞെങ്കിൽ ഞാൻ വിചാരിച്ചാൽ ഇത് നടക്കൂല. നിങ്ങളും ചിന്തിച്ചു നോക്കണം, ഞാൻ ആരാണ് ആരത്തെ, അല്ലെങ്കിൽ പോട്ടെ ഇന്ത്യയിൽ ഞാൻ ആരാണ്, കേരളത്തിൽ ഞാൻ ആരാണ്, എനക്ക് പറയുമ്പോഴും മേനാസിന്റെ മുഖത്തുള്ള ഭാവങ്ങൾ കാണുമ്പോഴേ പഴയ കമന്റിലൊക്കെ മേനാസ് എത്ര ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് പലരും. പക്ഷെ എല്ലാ കാലത്തും ഇങ്ങനെ ഈ സങ്കടപ്പെട്ട് നടക്കാന്ന് പറഞ്ഞാൽ നടക്കണം നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്ക് എന്താ പറയാ, ഇല്ലാത്ത കഥകൾ വരെ പറയുന്നത് ഈ അമ്മാമെന്ന് പറയുന്ന വ്യക്തി തെളിവുണ്ട്, പറഞ്ഞ ആൾക്കാരുണ്ട്. ഇൻഷാല്ലാ വേണ്ടി വന്നാൽ അവരൊക്കെ കൊണ്ടുവരും. അതേപോലെ തന്നെ അവർ പരാതിയും പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്തിട്ടുമുണ്ട്. ഇതിന്റെ പേരിൽ മെഹനൂന് ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ട് മെഹനൂനെ നിങ്ങൾ എന്താ പറയാ, എൻ്റെ കൂടെ നടന്നിട്ട ആളാണെങ്കിലും അതൊക്കെ മെഹനു നിങ്ങൾ കുറ്റം പറയണം, നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് വന്ന് ചെയ്തര എന്നുള്ള രീതിയിൽ എന്നെ കുറ്റം ഒരുപാട് ആൾക്കാർ കൊണ്ട് പറയിപ്പിക്കും. അതെ തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ അമ്മാമെന്ന് പറയുന്ന വ്യക്തി മുൻവൈരാഗ്യത്തിൽ ചെയ്തെന്നുള്ളത് എന്താ പറയുക, ഇവരെ ഉറപ്പായിട്ട് അങ്ങനെയാണ്. എനിക്ക് ആരോപണമുള്ള വ്യക്തി ആരാണ്, ഞാൻ എന്താ പറയുക, ഞാൻ പറയുന്ന വ്യക്തി ആരാണ്, ഈ ബാച്ച എന്ന് പറയുന്ന ആള്. പക്ഷെ ഈ റിഫാൻ്റെ ഉപ്പാവും ഫസ്റ്റ് റിജു ആണെങ്കിലും പറയുന്നത് എനിക്ക് അവനെ അറിയില്ല, ഞാൻ അതിൻ്റെ കാര്യത്തിൽ ഞാൻ മുന്നോട്ട് നോക്കിയിട്ടില്ല, ഞാൻ അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് പറയുന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക, ഇവർക്ക് ആരും ഞാൻ അടിച്ചെന്ന് പറയുന്നത് അത് എന്തിനാണെന്നൊന്നും ക്ലാരിഫൈ ചെയ്യുന്നില്ല. പക്ഷെ
അത് നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ ആണോ? ഐ മീൻ റിഫയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു ഒരു സഹിക്കാൻ പറ്റാത്ത കാര്യത്തിൽ? അതെ, കാരണം ഒരു ഏത് ഭർത്താവാണെങ്കിലും ഇതല്ല അന്ന് ഡൈവേഴ്സ് ആക്കിയിട്ട് പോട്ടിനും അത് ഓളുപ്പ പ്രത്യേകം ഒരു പുതിയൊരു ചാനലിൽ പറയുന്നുണ്ട്. ഓളുപ്പാന്റെ വായു കൊണ്ട് തന്നെ പറയുന്നത്. ആ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ഈ ഉമ്മ ആരെങ്കിലും ഒക്കെ മെഹനാസിന്റെ അടുത്ത് പിന്നെ പറഞ്ഞു ക്ഷമിക്കണം എന്നല്ലെങ്കിൽ പറഞ്ഞു? ഐ മീൻ മോളുടെ അടുത്ത് പോയ തെറ്റുപറ്റി പോയതാണ്. എന്റെ കാല് പിടിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. എത്ര എന്താ പറയാ, എത്ര പ്രാവശ്യം ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കണം. ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കും. ഞാൻ അവളെ മോശമാക്കി പറയല്ല. എത്രയോ പ്രാവശ്യം ഞാൻ മാപ്പ് കൊടുത്തതാ. എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാനവളിന്നവരെ കുറ്റം പറ്റി ഞാനിന്ന് പൊക്കിയിട്ട് പറഞ്ഞ് നടന്നിട്ടുള്ളൂ. ഞാനവളെ കുറിച്ചിട്ട് ഒരു അക്ഷരം പറയലില്ല. അവളെ കുറ്റം പറയുന്നു. കാര്യങ്ങൾ മെഹനാസ് ഇപ്പൊ റിഫ മരണപ്പെട്ടു പോയി. മെഹനാസ് അവർ അത്രയും സ്നേഹിച്ചിട്ടുണ്ട്. റിഫയെ എന്നെ കൊണ്ട് ഇത് ഉപ്പ പറയിപ്പിച്ച റിഫാന്റെ ഫാമിലി പറയിപ്പിച്ച എന്റെ മുത്തിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഒന്ന്, ഇത് നിങ്ങളായിട്ട് എന്റെ മോന്റെ ജീവിതമാണ് നിങ്ങൾ കളയുന്നുള്ളത്. നിങ്ങൾക്ക് അറിയുന്നില്ല എന്റെ മോന്റെ ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നുള്ളത്. ഇത് എനിക്ക് ഇവിടെ യേശൂല. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും അത് എന്റെ മോനിക്കാണ് അത് വരുന്നതിന് നാളെ അത് എന്തെങ്കിലും അങ്ങനെ വന്ന് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ഇന്നവരെ എൻ്റെ റിഫാനെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. ഈ കൈ കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനുള്ളൊരു ഇത് പറ്റുകയും ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ല എന്നെ ഇന്ന് ഈ നിലക്ക് ഇങ്ങനെ നിർത്തുകയും ചെയ്യൂല. ഞാൻ ഇത്രയും ധൈര്യത്തോടെ പറയുന്നു, എനിക്ക് എൻ്റെ റിഫാൻ അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഒന്ന്, അത് പറഞ്ഞ നാക്ക് പോയി എല്ലാവരും. അത് വേറെ കഥ. പിന്നെ റിഫാൻ്റെ ഉപ്പ ലാസ്റ്റ് പറയുന്നുണ്ട്, എന്താ അറിയോ, ലാസ്റ്റ് ഓളിപ്പോ ഒരു ചാനലിൽ പറയുന്നുണ്ട്, എന്ത് ബാച്ചാനെ ഞങ്ങൾക്ക് അറിയാം. ലാസ്റ്റാണ് പറയുന്നത്, അതുവരെ പറഞ്ഞിട്ടില്ല. ഈ ബാച്ചാനെ ഞാൻ ആരോപിക്കുന്ന സമയത്ത് അവനെ സേഫ് ആക്കിയിട്ട് ഈ പബ്ലിക് കേരള ചാനൽ കൊണ്ടുപോകുന്നുണ്ട്. അവന് എത്രത്തോളം എന്താ പറയാ, ഞാൻ എല്ലാ കാര്യവും പബ്ലിക് കേരളനോട് പറഞ്ഞു കൊടുത്തിട്ടും അവനോടുള്ള ഒരു രീതിയിൽ ലാസ്റ്റ് ഞാനിത് ചോദിച്ചെന്ന് മറ്റുള്ള ചാനലിൽ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പം ഇവന് ഏതോ ഒരു സമയത്ത് ആരോരും ഇല്ലാത്ത സമയത്ത് വിളിച്ചു വരുത്തിയിട്ട് കാതർ ചോദിക്കണോ അവനോട്, എന്താണ് നീ റിഫ ആയിട്ട് ഒരു മെസ്സേജ് ഒരു കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ. ഞാൻ ഈ കാതറിനപ്പൊ കാണിച്ചത് എന്താണ്? ഞാൻ എന്താ പറയാ, നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾ ഈ ഇവര് പറഞ്ഞ വോയിസും സൈഡിൽ കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ഫോണിൽ കാണിച്ചു കൊടുക്കാം. ഈ കാതറിന്റെ വായിന്ന് വീണ പച്ചക്കള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ പറയുന്നത്, ഞാൻ 12-ാം തീയതി മേനുവിനെ കണ്ടിട്ടുള്ളൂ. അതിന് മുൻപേ 8-ാം തീയതി അവന്റെ പെങ്ങളാണ് എനിക്ക് ഈ കാര്യം പറഞ്ഞു തരുന്നത് എന്നാണ് അവൻ പറയുന്നത്. അതിനു മുന്നേ അവൻ എന്നെ കണ്ടിട്ടില്ല എന്നാണ് കാദർ കരിപ്പൊടി പറയുന്നുള്ളത്. പക്ഷെ അവന് 6-ാം തീയതി എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവന്റെ വായി കൊണ്ട് തന്നെ പറയുന്ന വോയിസ് ക്ലിപ്പ് അവന്റെ ചാനലിൽ തന്നെ ഉണ്ട്. അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അവൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് 8-ാം തീയതിയാണ്. അതേ ഈ എൻ്റെ പെങ്ങളെ ആരോപിച്ചെന്ന് പറയുന്ന അതേ സമയത്താണ് ഈ കാദർ കരിപ്പൊടി ആ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുള്ളത്. ഈ നോക്കണോ, ഞാൻ കോഴിക്കോടാണ് ഉള്ളത്. കോഴിക്കോട് നിർത്തനെ ആ വീഡിയോ എൻ്റെത് വന്നെടുത്ത് ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ്. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ്, എനിക്ക് താല്പര്യമില്ല. കാരണം റിഫാൻ്റെ ബ്രദർ അന്ന് എന്നെ ഇട്ട് പുഴുങ്ങിയതാണ്. കാരണം ഞാൻ സത്യം പറഞ്ഞ ഒരു തൂക്കിക്കൊന്നു കേട്ടതിൻ്റെ പിരാന്ത്, കാരണം നല്ല കലിപ്പുണ്ടായി. എന്താ വെച്ചെങ്കിൽ ഞാൻ ഇത്രത്തോളം കൊണ്ടുവരുന്നെന്ന് ആരും പറയുന്നില്ല. അവൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു ആരോപണത്തിലല്ലാണ്ട് സത്യാവസ്ഥ അറിയാൻ നോക്കാം എല്ലാവരും. ഇവ എന്താക്ക ഒറ്റയടിക്ക് റിഫാൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കഥ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് എനിക്ക് ഇത്ര കൊല്ലത്തുള്ള ഒരു എക്സ്പീരിയൻസ്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തോ, ഞാൻ ഇന്നേ വരെ ഞാൻ റിഫാൻ്റെ ഉപ്പാൻ്റെ ഉമ്മാനെ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞോ? ഒരു ചാനലിൽ ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ റിജു ആണെങ്കിലും റിഫ് ആണെങ്കിലും 2 മക്കളാണ് ഇവർക്ക്. ഈ 2 മക്കൾ എന്തു പറയുന്നുവോ അതാണ് ഇവരനുസരിക്കല്. സത്യം പറഞ്ഞ റിഫാന്റെ ഉപ്പ എന്ത് അവര് പറയുന്നുവോ അതേപോലെ ഉപ്പ പറയും. ഞാനിപ്പം ഫേക്ക് ന്യൂസ് ഇട്ട എല്ലാ ചാനലിനെതിരെയും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ആ ചാനലിന് വൈകാതെ തന്നെ അടിച്ചു പോകും. പക്ഷേ എൻ്റെ ചാനലും എൻ്റെ കയ്യിലുള്ള ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട്. നമ്മളും ഇതിലൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്.
അപ്പോൾ ഈ ചാനലൊക്കെ ഞാൻ എൻ്റെ ചാനൽ എന്തുകൊണ്ട് ഇത് കറക്റ്റ് ക്ലാരിഫിക്കേഷൻ ചെയ്ത് കൊടുക്കാത്തതിൻ്റെ കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടതിൽ എനിക്ക് പറഞ്ഞ ആരോപണമാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ കോടികൾ ഉണ്ടാക്കുന്ന അതും സ്വന്തം വൈഫ് മരിച്ചു കിടക്കുന്ന അന്നേരം ഇൻസ്റ്റാഗ്രാമിൽ ഫണ്ട് തന്നതായിട്ട് ഇതുവരെ ഞാൻ ഒരു ഇതിലും ഞാൻ അറിയില്ല. കാരണം അഥവാ കിട്ടുന്നുണ്ടെങ്കിൽ വലിയ വലിയ ആയിരിക്കും, ജസ്റ്റ് ഈ പറയുന്ന ആൾക്ക് കിട്ടുന്നുണ്ടാവും, അറിയില്ല. പിന്നെ അതിൻ്റെ പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ പൈസ ഞാൻ ഉണ്ടാക്കാനാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ യൂട്യൂബിൽ എന്തെങ്കിലും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പറയും എന്താണ് ഓൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയും, ഓന് കള്ളത്തരമുണ്ടെന്ന്. എന്ത് ചെയ്താലും ഇതാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഉമ്മ പറയുന്നത്, മേനു മോനെ നീ സത്യം എന്താ പറയാ, നിന്റെ ഭാഗത്ത് തെറ്റില്ല, നീ അത് ചെയ്യൂല എന്നുള്ളത് ഞങ്ങൾക്കും പടച്ച തമ്പുരാൻ അറിയാം. റമദാൻ മാസം അല്ല അതിനുള്ളൊരു ഇത് കാണിച്ചു തരുന്ന എനിക്ക് വഴി എന്ന് വിചാരിച്ചിട്ട് ഈ എന്താ പറയാ പല്ല് തിള്ളി എടുത്തിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊരു സീരിയൽ പോലെ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് ഇതിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നത്. ഇതെന്താണ് ഇതിന്റെ അർത്ഥം? ഇവർ ഈ റിഫാന്റെ ഉപ്പാവും ഉമ്മാവും റിഫാന്റെ ബ്രദർ അതായത് റിജു എന്നോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ ഒരു ചാനൽ, കാരണം ഞാനാണ് ഈ യൂട്യൂബ് കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമല്ല എന്നാണ് അവർ പറഞ്ഞത്. കാരണം അവർക്ക് ഈ ഫോട്ടോ റിഫാന്റെ ഫോട്ടോ ഞാൻ ഇടുന്നതും പിടിക്കുന്നതും അവർക്ക് ഇഷ്ടമല്ല എന്ന് ഇപ്പൊ പറയുന്നത്. കാരണം അതേപോലെ തന്നെ ഞാൻ കഞ്ചാവ് അടിക്കുന്നത്, ഞാൻ പിന്നെ ഡ്രഗ്സ് സെയിൽ ചെയ്തു എന്നൊക്കെ ഇപ്പൊ പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ കഥകളാണ്. അന്ന് അവർക്ക് ആക്ഷൻ എടുക്കാനുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ പറഞ്ഞിട്ട് എന്താണ് കാര്യം? മരണപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതിന് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്. പക്ഷെ ഓൻ എനിക്കിട്ടിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഞാനാണൊരു മരണപ്പെടാത്ത കാര്യങ്ങൾ പറയുന്നത്. നോർമലി എൻ്റെ ഒരു സ്വഭാവം അറിയുന്ന വ്യക്തിയാണ് റിഫാന്റെ ഉപ്പമ്മോ. റിജു എന്ത് പറയുന്നത് അത് മാത്രം റിഫാന്റെ ഉപ്പമ്മോ കേൾക്കുള്ളൂ എന്ന് എനിക്കറിയാം. മെഹനാസ് ഇപ്പൊ തുടക്കം മുതലേ മെഹനാസിനെയും നേരത്തെ പറഞ്ഞ പോലെ ഫൈനലി ആളുകളിലേക്കുള്ള സംശയം എന്ന് പറയുന്നത്, റിഫന്റെ ഫാമിലിക്ക് സംശയം എന്ന് പറയുന്നത് മെഹനാസ് അല്ലെങ്കിൽ ജംഷാദ് രണ്ടുപേരും കൂടെ ഈ ക്രൈം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഈ മെഹനാസിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് മെഹനാസിന്റേതായുള്ള ഒരുപാട് കാര്യം മെഹനാസ് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അതിന്റെ റിയാലിറ്റി ചിലപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആ സമയം കൊണ്ട് തന്നെ ഇത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു നുണ പരിശോധനക്ക് അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിക് അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് നമ്മുടെ എക്സ്പെൻസിൽ, അതിന് അത്യാവശ്യം എക്സ്പെൻസ് ആവുന്ന ഒരു പരിപാടിയാണ്. ഈ ഒരു കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ നല്ലൊരു മാസമാണ്, നമ്മൾ തുടക്കകാലം മുതൽ ഈ ഒരു കേസിൽ ഇടപെട്ട ഒരു മാധ്യമമാണ്. അതിന് ഈ ഒരു കുഞ്ഞിനെ നീതി കിട്ടാൻ വേണ്ടി, റിഫക്ക് നീതി കിട്ടാൻ വേണ്ടി, മെഹനാസിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട്, ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, മാത്രമല്ല ഈ കുടുംബം എന്ന് പറയുന്നത് ഇപ്പൊ നീറി റിഫന്റെ ഫാമിലി നീറി കഴിയുന്ന ഒരു കുടുംബമാണ് മെഹനാസ് അടക്കം. ഇതിനൊരു വ്യക്തത കിട്ടാൻ വേണ്ടി അന്ന് ആ രാത്രിയിൽ എന്ത് നടന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ഹിപ്നോട്ടിസ്റ്റിനെ, നമ്മൾ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു ഹിപ്നോട്ടിസ്റ്റിനെ നമ്മുടെ എക്സ്പെൻസിൽ കൊണ്ടുവന്നാൽ മെഹനാസ് അതിന് ബില്ലിംഗ് ആണ്. തീർച്ചയായിട്ടും എന്താ പറയാ, എന്തിനും ഞാൻ റെഡിയാണ്. കാരണം ഈ ഒരു സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് മെഹനാസ് ഏത് ലെവലിൽ കൂടെ നിൽക്കും അല്ലെങ്കിൽ റെഡിയാണ്. ഞാൻ എന്തിനും വെച്ചിട്ടുണ്ടെങ്കിൽ ഹിപ്നോട്ടിസം ആയിക്കോട്ടെ എന്തിനും ആയിക്കോട്ടെ ഐ ആം റെഡി. കാരണം സത്യം പുറത്തു വരണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷെ കള പറയുന്നതും അതും പുറത്തു വരണം. ഇമ്മീഡിയറ്റ് ന്യൂസ് കേരള എന്ന് പറയുന്ന ചാനലിൽ നമ്മൾ ഇതിനകത്ത് സത്യാവസ്ഥ കൊണ്ടുവരാറുണ്ട്. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റീച്ച് ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിന്റെ വരുമാനം വെച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിയത്തൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ ഒരു പെൺകുട്ടീന്റെ ഒരു കുടുംബത്തിന്റെ ഒരു കുഞ്ഞിന്റെ കേസാണ്. ഇതിനകത്ത് സത്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിന്റെ എല്ലാ എക്സ്പെൻസും ഞങ്ങൾ വഹിക്കും. സത്യങ്ങൾ അതിലൂടെ ബോധ്യമാകും. അതിന് മെഹനാസ് റെഡിയാണല്ലോ? തീർച്ചയായിട്ടും റെഡിയാണ്. ശരി, അത് മതി.